മറ്റൊരു കാര്യം, ഈ കുർബാന ക്രമത്തെ കുറിച്ച് കഴിഞ്ഞ ശ്രേണിയിൽ 46ഓളം പിതാക്കന്മാർ സൈൻ ചെയ്ത് പുറപ്പെടുവിച്ച സർക്കുലർ ഇന്ന് ഇൻവാലിഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളുടെ ഒരു പള്ളികളിലും ഈ കുർബാന പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ സിനഡാനന്തര സർക്കുലർ അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മൾ ജപിച്ച ഈ വിശ്വാസ പ്രഖ്യാപനവും 10 നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദമെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായ രീതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സിനഡ് പിതാക്കന്മാരുടെ മുന്നിൽ പറയുമ്പോൾ അതിനെ തക്ക ഒരു നടപടിയും ഒരു തീരുമാനവും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മയുടെ കാലം പാടിക്കൊണ്ട്